सभी निवासियों को सूचित किया जाता है, आप जो भी पानी इस्तेमाल करें उसे उबाल कर इस्तेमाल करें। ഒരു കുടുംബത്തിന്റെ 10 വർഷത്തെ പ്രാർത്ഥനയും കാത്തിരിപ്പുമായിരുന്നു അവ്യാൻ സാഹു. മുലപ്പാലിനൊപ്പം പാക്കറ്റ് പാലിൽ വെള്ളം ചേർത്തും കുഞ്ഞിന് നൽകിയിരുന്നു. അവസാനം പാല് നേർപ്പിക്കാൻ ചേർത്തത് മലിനജലമാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാല് കുടിച്ച് അമ്മയുടെ മടിയിൽ കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവ്യാൻ ഛർദിച്ചു. ആരോഗ്യസ്ഥിതി തീരെ വഷളായി. 2 ദിവസം ഹോസ്പിറ്റലിൽ ചികിത്സിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡിസംബർ 29-നാണ് വെറും 6 മാസം മാത്രം പ്രായമുള്ള അവ്യാൻ മരിച്ചത്. പിന്നാലെ സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ സഹായധനം കുടുംബം നിരസിച്ചു. പണം ഞങ്ങളുടെ മകനെ തിരിച്ചു തരുമോ എന്ന് അവ്യാന്റെ മുത്തശ്ശി കൃഷ്ണ സാഹു ചോദിക്കുന്നു. കുടിവെള്ളത്തിന് പകരം മലിനജലമാണ് വന്നതെന്ന് അറിഞ്ഞില്ലെന്ന് അവ്യാന്റെ അച്ഛനും പറയുന്നു. रात को अचानक एकदम उसको तेज बुखार आया, उल्टी हुई उसको और वही घर पे हो गया. മലിനജലം കുടിച്ച ഭാഗീരഥ്പുര എന്ന പ്രദേശമാകെ ഇപ്പോൾ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഓരോ വീട്ടിലും ഏത് നിമിഷവും മരണമെത്തുമെന്ന സ്ഥിതിയാണ്. മേഖലയിലെ 2000-ലധികം പേർക്ക് കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൽ 272 പേർക്ക് സ്ഥിതി ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. 71 പേർ മാത്രമാണ് ഇതുവരെ ആശുപത്രി വിട്ടത്. 32 പേർ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത്. 2 മാസമായി കുടിവെള്ള പൈപ്പിലൂടെ വരുന്ന വെള്ളം മലിനമാണെന്ന് നാട്ടുകാർ ആവർത്തിച്ച് പരാതി പറഞ്ഞിരുന്നു. ആരും കേട്ടില്ല. पीने के पानी में इतना गटर का कहीं काय का पानी और 10 दिन पहले इतना कड़वा पानी आया जैसे उसमें दवा की मात्रा ज्यादा डल गई हो. ഇത്രയൊക്കെയായിട്ടും മധ്യപ്രദേശ് സർക്കാർ കൃത്യമായി എത്ര പേർ മരിച്ചെന്ന് പോലും പറയുന്നില്ല. 4 മരണം മാത്രമാണ് അധികൃതർ ഇന്നലെ വരെ സ്ഥിരീകരിച്ചത്. എന്നാൽ സർക്കാർ 9 മരണം വരെ സ്ഥിരീകരിക്കുന്നു. കുറഞ്ഞത് 14 പേരെങ്കിലും ഇതിനോടകം മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.